നമസ്തേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലം നൽകും എന്ന തിരുവെഴുത്ത് മനസ്സിലുണ്ടെങ്കിലും എത്ര അശ്രദ്ധരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. വിശുദ്ധ ബലിയനുഷ്ഠാനത്തിൽ പോലും അശ്രദ്ധരും അക്ഷമരുമാകുന്നു. മാർ അപ്രേം ശമാശന്റെ വാക്കുകൾ ഉള്ളിൽ വല്ലാതെ കനമേറ്റുന്നു. കർത്താവേ, നിന്റെ തിരുശരീര രക്തങ്ങളെ കൈകളിൽ ആഘോഷിപ്പാനും അവയെ അനുഭവിപ്പാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞാണ് ശമാശ പദവിയിൽ താൻ നിലനിന്നു പോന്നത്. വ്യക്തമായ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് പുരോഹിതനാവാൻ ഉള്ള വിമുഖതയ്ക്ക്. അദ്ദേഹം പറയുന്നു, മാലാഹമാർക്ക് പോലും കൈകളിലെടുക്കുവാൻ അനുവാദമില്ലാത്ത തീക്കട്ടയാണ് അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യന് നൽകപ്പെടുക. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം മനസ്സിലുണരണം. വീണ്ടും പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ പോലും ഉറക്കെ പ്രഖ്യാപിച്ചത്, നിന്റെ തിരുമുമ്പിൽ വണങ്ങി നിന്ന് അവിടുത്തെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ അയോഗ്യനാണെന്നാണ്. ദൈവമേ, നിന്റെ തിരുശരീരത്തെയാണ് ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഈ ചെറിയവർ സ്പർശിക്കുന്നത്. വീണ്ടും ഇങ്ങനെ പറയും, അണിഞ്ഞിരിക്കുന്ന അങ്കിയുടെ വിളമ്പുകൾ പോലും സൗഖ്യം നൽകുന്നവന്റെ തിരുവുടലിനെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തന്റെ ഉമിനീരിൽ പോലും വെളിച്ചമുള്ളവൻ, അതിനെ മണ്ണിൽ ചേർത്ത് കുഴച്ച് കണ്ണിൽ പുരട്ടി കാഴ്ച നൽകുന്നവൻ തന്നെയാണ് ഞങ്ങളിൽ പ്രവേശിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ ദഹിച്ചു പോകരുതേ. ഞങ്ങൾ താഴ്മയോടെ നിന്നെ സമീപിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് കാഴ്ചയേകണമേ. അന്ധന്റെ പ്രാർത്ഥനയാണ് ഞങ്ങളും ചൊല്ലുന്നത്. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും വർദ്ധിപ്പിച്ചു തരണമേ. ഇവയില്ലെങ്കിൽ ഞങ്ങൾ അന്ധന്മാരാകുന്നു, ഹ്രസ്വദൃഷ്ടിയുള്ളവരാകുന്നു, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുമാകുന്നു. ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആദരവോടെ, സഖേർ.